കേസ് വിട്. അധാർമികമായ കാര്യം. രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു നേതാവ്, നേതൃഗുണം കാണിക്കേണ്ട നേതാവ്, മാതൃക കാണിക്കേണ്ട നേതാവ് അധാർമികമായത് ചെയ്തു എന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ ആ ഓഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് എന്ന് അയാൾ പറയട്ടെ. അത് അയാൾ ചോദിക്കട്ടെ. രാഹുലെ, അത് അയാൾ ചോദിക്കില്ല. രാഹുൽ ഈശ്വരൻ എന്തും പറയാം. രാഹുൽ ഈശ്വരൻ എന്തും പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പറയാൻ പറ്റിയല്ല. അത് പറയാൻ പറ്റില്ല. അറസ്റ്റും സാങ്കേതികത്വം അല്ല. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികത എന്ന വാക്കാണ് എന്റെ വാക്ക്. രാഷ്ട്രീയ ധാർമ്മികത എവിടെ? അയാളുടെ രാഷ്ട്രീയ ധാർമ്മികത എവിടെ? കമന്റ് അല്ലല്ലോ. കമന്റ് നോക്കിയിട്ടല്ല ഞാൻ ചർച്ച നടത്തുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്. രാഹുൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ രസമുള്ളതാണ്. പക്ഷെ ഈ കാര്യങ്ങൾ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ പറ്റില്ല. കാരണം അയാൾക്കറിയാം താൻ ചെയ്തിട്ടുള്ളത്, താൻ നിൽക്കുന്ന രാഷ്ട്രീയ പരിസ്ഥിതി ഉണ്ടല്ലോ, അതിന്റെ ധാർമ്മികതയ്ക്ക് ചേരാത്തതെന്ന് അയാൾക്കറിയാം. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് എന്തും പറയാം. അയാൾക്ക് പറയാൻ പറ്റില്ല. കാരണം അയാൾ പറയട്ടെ. രാഹുൽ നെഞ്ചറപ്പുണ്ടെങ്കിൽ പറയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയട്ടെ. നെഞ്ചറപ്പുണ്ടെങ്കിൽ പറയട്ടെ. എന്റെ കുഞ്ഞാണത്. അല്ല പറയട്ടെ. നെഞ്ചറപ്പുണ്ടെങ്കിൽ അയാൾ എന്താ പിന്നെ അയാളുടെ പ്രശ്നം? അല്ല എത്ര പേരുടെ സ്ക്രീൻഷോട്ട്സ് കണ്ടത്? ശ്രീ നിഷാന്ത് റാവുത്തറെ പോലെ പ്രമുഖനായ ഒരു പുരോഗമനവാദി സദാചാര പോലീസായി. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയട്ടെ. സദാചാരവാദികളെ അങ്ങോട്ട് മാറി നിൽക്ക്. അതെന്റെ സ്ക്രീൻഷോട്ട്, എന്റെ ചാറ്റ്, എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയട്ടെ. ഈ പുരോഗമനവാദിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾക്ക് പറ്റിയല്ല. രാഹുലെ, നിങ്ങൾ എത്ര ബഹളം വെച്ചാലും അയാൾക്ക് പറ്റിയല്ല. രാഹുലെ, അയാൾക്ക് പറ്റാത്ത കാര്യത്തിൽ നിങ്ങൾ അയാളെ പിന്തുണയ്ക്കുന്നില്ല. അയാളുടെ പൊസിഷൻ ഇതല്ല രാഹുലെ. അയാളുടെ പൊസിഷൻ ഇതല്ല. നിങ്ങൾ പറയുന്നതല്ല അയാളുടെ പൊസിഷൻ. അയാൾ എന്റേതല്ല എന്ന് സ്ഥാപിക്കാൻ സത്യത്തിലല്ല. ഈ ചെയ്തത് തെറ്റാണെന്നാണ് അയാളുടെ ബോധ്യം. ഈ ചാറ്റ് തെറ്റാണെന്നാണ് അയാളുടെ ബോധ്യം. രാഹുലെ, ഈ ചാറ്റ് തെറ്റാണ്. രാഹുലിനെ ഓടി നടന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? രാഹുൽ പോകുന്നിടത്തെല്ലാം തരംഗം ഉണ്ടാവുകയാണ്. രാഹുൽ നിങ്ങളുടെ മീഡിയ ഞാൻ കണ്ടത് രാഹുൽ തരംഗം ഉണ്ടാക്കുകയാണ്. കാരണം സത്യം. ആ സ്ക്രീൻഷോട്ടും ആ വാട്സാപ്പ് ചാറ്റും ഓഡിയോയും തെറ്റാണ് എന്നാണ് രാഹുലിന്റെ ബോധ്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ. അതുകൊണ്ടായിരിക്കും അങ്ങനെ അല്ലേ? പിന്നെ പറ, എന്റെയാന്ന് പറ. അങ്ങനെ പറഞ്ഞോ? രാഹുൽ തെറ്റാന്ന് പറഞ്ഞോ? ആർക്കാണ് ഇത്ര കുഴപ്പം? എന്റെയാന്ന് പറ. അല്ല, ആർക്കാണ് ഇത്ര കുഴപ്പം? എന്റെ ഓഡിയോ എന്ന് പറ. അന്വേഷണത്തിന്റെ കാര്യം എന്താ? ഈ ഓഡിയോയുടെ പേരിലല്ലേ അയാളെ തിരിച്ചെത്തിക്കുന്നത്? അയാൾക്ക് പറഞ്ഞൂടെ? അയാൾ പറയത്തില്ല രാഹുലെ. അയാൾ പറയത്തില്ല രാഹുലെ. അയാൾക്കറിയാം. അത് പറഞ്ഞാൽ പിന്നെ തനിക്ക് രാഷ്ട്രീയമായി നിലനിൽപ്പില്ല. എന്ന് അയാൾക്കറിയാം. രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് നമ്മുടെ ഭാഗത്തെ നെറികേടല്ലേ? ഒരാളുടെ ജീവിതത്തിലെ ഡിവോഴ്സും ബ്രേക്കപ്പും നമ്മൾ ദുരുപയോഗം ചെയ്യണോ? ശരി, അത് അയാൾ പറയട്ടെ. എന്റെ പേഴ്സണൽ കാര്യം എന്താ പറയാത്തെ? എന്റെ പോയിന്റ് അതാണ്. അയാൾക്ക് പറയാൻ പറ്റുകയില്ല. പറഞ്ഞാൽ അയാൾക്ക് രാഷ്ട്രീയമായി നിലനിൽപ്പില്ല. അത് അയാൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പറയുന്ന ഈ വാചകം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ പറ്റത്തില്ല. നിങ്ങളെപ്പോൾ പറ്റുകയില്ല. അല്ല, അയാൾ പറയട്ടെ. എന്റെ അതൊരു മോഡേൺ പൊളിറ്റിക്സ് ആണ്. എനിക്ക് പല ആളുകളുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ പല ആളുകൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ല, എനിക്ക് അയാൾ അവരെ മാനിപ്പുലേറ്റ് എന്നുള്ള അഭിപ്രായമുള്ളത്. അയാളുടെ കേവലമായ നൈമിഷിക താല്പര്യത്തിന് വൈകാരികമായ ഒരു പക്ഷം അല്ല അയാളുടെ. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിധി വിട്ട മെസ്സേജുകൾ അയച്ച മനുഷ്യരെ എനിക്ക് വേറെയും അറിയാം. രാഹുലെ, എനിക്ക് വേറെയും അറിയാം. എനിക്കറിയാം. അതുകൊണ്ട് ഇതിന് എനിക്കറിയാം രാഹുലെ. എനിക്കറിയാം.